റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ശിവാജി മൂവിയിലെ നെക്സ്റ്റ് സീൻ ആണ്. ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് ഏകദേശം കം ബാക്ക് ഓഫ് ശിവാജി എന്ന് വേണമെങ്കിലും പറയാം. പിന്നെ ലാസ്റ്റ് നമ്മൾക്കൊരു കമന്റ് ഉണ്ടായിരുന്നു, ശരിക്കും രജനീകാന്ത് സാറിന്റെ യഥാർത്ഥ പേരും ശിവാജി തന്നെയാണ് എന്നുള്ളൊരു കമന്റ് ഉണ്ടായിരുന്നു. ഐ വാസ് ഷോക്ക് ടു ഹിയർ ദാറ്റ്. കാരണം എവിടെയോ ഞാൻ പണ്ട് എവിടെയോ വായിച്ച പോലെ ഉണ്ട്, നമ്മൾ റീചെക്ക് ചെയ്തില്ല. എനിക്ക് തോന്നുന്നത് ദാറ്റ് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് പേര്. ആൻഡ് അത് മാത്രമല്ല പറയാനായിട്ട് കഴിഞ്ഞ സീൻ എന്ന് പറയുന്ന ഏകദേശം നമ്മൾ പറയില്ല, ആ ഒരു ഇന്റർവെല്ല് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടത് ഫുൾ ശിവാജി മയം തന്നെയാണ്. അത് നമുക്ക് ആ ഒരു കട്ട് ചെയ്യാൻ തോന്നുന്നില്ല, ഒറ്റ സ്ട്രെച്ചിൽ തന്നെ അങ്ങനെ കണ്ടുപോകുന്നുണ്ട്. കാരണം അത്രയും മാസ് സീനുകളല്ലേ. ശരിക്കും അവിടെ മൂവി സ്റ്റോപ്പ് ചെയ്യാലോ. ലൈക്ക് എ ഷോർട്ട് മൂവി ഓർ സംതിങ് ലൈക്ക് ദാറ്റ് ക്യാൻ കട്ട്. ആ ഒരു സീനിൽ അവിടെ കട്ട് ചെയ്യാതെ, അതായത് ആ നടന്നു വരുന്ന സീനൊക്കെ കാണുമ്പോൾ പക്ഷേ സ്റ്റിൽ മോർ ടു ഗോ എന്ന് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്തു. സോ ഡെഫിനറ്റ്ലി ദർ ഹാസ് ടു ബി എ കൈൻഡ് ഓഫ് എന്താ പറയുക, ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശങ്കർ മൂവി. അപ്പൊ എന്തായാലും ഇനിയും കുറെ എലമെന്റ്സ് ബാക്കി കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ അതൊക്കെ കാണിക്കാൻ വേണ്ടിട്ടായിരിക്കും നെക്സ്റ്റ് സീനും കൂടി ഉണ്ടാവുന്നത്. അതുകൊണ്ടായിരിക്കണം പടം തീർക്കാണ്. കാരണം വെച്ചാൽ നമ്മള് മറ്റേ പടം എന്താ മുതൽവൻ പടത്തിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. കാരണം ഹീറോന്റെ ഒരു ബൗൺസ് ബാക്ക് അവിടെ ഉണ്ടാവുന്ന സമയത്ത് എഗെയിൻ അടിച്ചമർത്താനായിട്ട് അവിടെ നോക്കും. സോ മാക്സിമം ഹൗ മച്ച് അവർ ഹീസ് ബൗൺസിങ് ബാക്ക്, ആ ഒരു പവർ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താ വരാൻ പോകുന്നത്. എല്ലാം ഇനോഗ്രേഷൻസ് ഒക്കെ കഴിഞ്ഞല്ലോ. ബിക്കോസ് നൗ ദാറ്റ് ഈസ് വാട്ട് എവറിത്തിങ് ഈസ് ഫൈൻ. ഇനി എന്താ വരാൻ പോകുന്നത്? പക്ഷെ ഒരു വട്ടമേശ്വര സമ്മേളനം നമ്മൾ കണ്ടായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നുണ്ടായിരുന്നു ഈ വില്ലന്മാര് തമ്മിൽ അല്ലേ. கருப்பு பணம் எல்லாம் போச்சு. வந்தா எவன் கிட்டே காசு இல்ல. ஏங்க அவ ஒழுங்கா ஒரு காலேஜ் கட்டிட்டு போயிருந்திருப்பான். சும்மா இருந்தவன நோண்டி சூப்பர் ஸ்டார் ஆக்கி விட்டீங்க. இப்ப ஊருக்கு ஒரு காலேஜ் ஓபன் பண்ணிட்டா ஓடுறா தண்ணி கொண்டு வரலாம். மந்திரி சபை மாதிரி ஒவ்வொரு துறைக்கும் எக்ஸ்பர்ட் டீமை வச்சுக்கிட்டு ஒரு பிரைவேட் கவர்மெண்ட் நடத்திட்டு இருக்கா. விட்டா சிஎம் ஆயிடுவா போல இருக்கு. எது இங்க உருவாகிறது இல்லைங்க, நாம தான் உருவாக்குறோம். வேலு அவனை போட்டு தள்ளுற ஆளெல்லாம் இப்ப அவன் கிட்ட இருக்கான். அவனை தூக்கி உள்ளேயாவது போடுங்கயா. முடியாதுங்க, எல்லா படத்தையும் எப்படியும் ஒழுங்கு பண்ணி லூப்போல இல்லாம பண்ணிட்டான். சட்டப்படி அவனை எதுவுமே செய்ய முடியாதுங்க. ஏதாவது பண்ணுங்கயா. ஆட்சி உங்க கையில தானே இருக்கு. அவங்க கையில ஆபீஸ் ரூம் இருக்கு. யார் போனாலும் சாப்பு வச்சு பொதுமக்களும் நல்லது நடக்கிறதுனால யாரும் காட்டி கொடுக்க மாட்டேங்கிறாங்க. ஃபுல் சப்போர்ட். இவ்வளவு ஏன் ஆபீஸ்ல இப்ப வந்து ஏன் கேபிள் கனெக்ஷன் எல்லாம் நோண்டிட்டு போயிட்டான். இங்க போனா அங்க போகுது. அப்ப நீங்க ஒரு கம்ப்ளைண்ட் கொடுங்க. அப்புறம் சுத்தமா போகாது. அப்புறம் ஒண்ணுமே பண்ண முடியாது போல இருக்கே. அவனோட வீக் பாயிண்ட் என்ன? ഷോർട്ട് ടേൺസ് ഉണ്ടായിരുന്നു. വീക്ക് പോയിന്റ് ഇവിടെ കല്യാണം. മണമക്കൾ ഇന്നുപോൽ എന്നും വാഴേ. എന്താ ചെയ്യാമോ? விதியை யாராலையும் மாற்ற முடியாது. எதுக்கும் ஒரு நாள் திருநள்ளாறு சனீஸ்வரன் கோயிலுக்கு போய் சனி பிரீத்தி பண்ணிடலாம், குறையலாம். ഇതേയല്ലേ മറ്റേ അന്ന് പറഞ്ഞത്. വിളിക്കാത്ത കല്യാണത്തിന് ഇയാൾ വന്നോ? പറയണ്ടേ? என்ன இது முதல் ராத்திரி அதுவும் மூஞ்சிய தூக்கி வச்சுட்டு உட்கார்ந்திருக்க. ஜோசியரை பார்த்ததுல இருந்து மனசே சரியில்லைங்க. எனக்கு என்னமோ ரொம்ப பயமா இருக்கு. முதல் வேலையா திருநள்ளாறு போகணுங்க. ஐயோ, நீ அதையே நினைச்சிட்டு இருக்காத. இன்னைக்கு ரொம்ப முக்கியமான நாள். இந்த நாள் நாம சந்தோஷமா கொண்டாடணும். எப்படி கொண்டாடலாம்? எப்படின்னா அதுல நிறைய வெரைட்டிஸ் இருக்கு. சாஃப்டா, வெஜிடேரியனா, தெய்வீகமா. அது எப்படி? மயக்கம் என்ன இந்த மாயம் என்ன மணிமாளிகை അവര് ഓൾഡൊക്കെ നല്ല രസമുണ്ടല്ലേ. പണ്ടത്തെ എക്സ്പ്രഷൻസ് അല്ലേ കണ്ണില്. കണ്ണ് இன்னும் வேற என்ன இருக்கு? சும்மா சுறுசுறு பத்துருத்துருங்க ட்ரீமியா வேணுமா? அது எப்படி இருக்கும்? அழகிய தமிழ் மகள் എനിക്കൊന്ന് ഓരോ ലെജൻസിന്റെ നമുക്ക് അവരുടെ ആ മൂവീസ് അറിയാത്ത മനസ്സിലാവും.
ഇങ്ങനത്തെ ഗെറ്റപ്പ് കണ്ടിട്ടുണ്ട് എവിടെയൊക്കെയോ. അതും എക്സ്പ്രഷൻസും. MGR സാറും ശിവാജി ഗണേശൻ സാറും ആണോ അറിയില്ല. നമുക്ക് എല്ലാരും അതിന് പറയാൻ പറ്റില്ല. ചുമ്മാ കിളുകിളുപ്പാ ഒരു റൊമാൻറ്റിക് വേണമാ. അതെന്താ ഈ പാട്ട് കേട്ടിട്ടുണ്ട് എവിടെയോ അല്ലേ? അല്ലേ ഈ പാട്ട് എവിടെ കേട്ടോ? சொல்லு எப்படி வேணும்? எனக்கு உங்ககிட்ட பிடிச்சதே உங்க ஸ்டைலும் அதிரடியும் தாங்க. அப்படி ஏதாவது స్టైలా? ఇప్పుడు చూడు. తెలుగല്ലേ అది? ఇప్పుడు చూడు. ഇത് മറ്റേ പാട്ട് സ്റ്റൈൽ സോങ്. ആ സ്റ്റൈൽ സോങ് ഓൾറെഡി കഴിഞ്ഞില്ലേ ഫസ്റ്റ്? അത് വേറെ, ഇത് വേറെ. ഓ ഈ സോങ് കേട്ടിട്ടുണ്ട്. പക്കാ സ്റ്റൈലിഷ്. അതെങ്ങനെയാ സാധനം വന്നത്? ഇത് കാണാൻ മറ്റേ രോഹിത് ഷെട്ടി കൊറിയോഗ്രാഫി പടത്തിന്റെ. ഓ അത് വെറുതെയാണ്. ഫസ്റ്റ് പാടിയത് someone else, right? ആയിരിക്കും എല്ലാരും കൂടി പാടിയിട്ടുണ്ടോ ചിലപ്പോ. ബെന്നി ദയാലും ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ സിംഗർ ഇങ്ങനത്തെ സ്റ്റൈല് പാട്ട്? ഫീമെയിൽ വോയിസും പൊളിയല്ലേ? ആരാണ് ഫീമെയിൽ വോയിസ്? അറിയില്ല, പക്ഷെ ഭയങ്കര രസം. ഫ്രെയിം ആൻഡ്രിയ ജെറമിയ ഒക്കെ എങ്ങനെയൊക്കെ പാടും അല്ലെ? പക്ഷെ ഈ സോങ്ങിന്റെ കൊറിയോഗ്രാഫി ഈസ് വെരി ഗുഡ്. സൂപ്പർ. അതൊക്കെ ഗെയിം, ഒരു ഗെയിം ഫീല്. ആൻഡ് സോങ് ഇസ് ലൈക്ക് എ ഡ്രീം. എന്തും കാണിക്കാം. ഇവിടെ എനിക്കൊന്ന് സ്ഥലം പാടിയാലും നന്നോളുന്നത് പാടി. ഭയങ്കര രസമില്ലേ ഒരു ലോ സംഘം. ഡ്രീം. ഓ അതിലൊരു സ്റ്റോറി കേട്ടോ അല്ലേ? സെയിം ലൈക്ക് മുതൽവൻ. നമ്മുടെ മുതൽവൻ ഒരു സ്റ്റോറി പറഞ്ഞില്ലേ? സോങ്ങിന്റെ ദിസ് ഇസ് ദ എൻഡിലുള്ള സോങ് ആണോ ഇത്? മോഡൽ ഓൾമോസ്റ്റ് ലൈക്ക് അതെ. എനിക്കൊന്ന് ആ സോങ് ഇട്ടത് അതിന് വേണ്ടിട്ടാണ്. ഹീറോ വിൽ വിൻ. അതാണ്. പക്ഷെ അതാ സെയിം പ്ലേസിംഗ് ആയിരുന്നു അവിടെ മുതൽവനിലെ ആ സോങ്. ஏங்க நீங்க தமிழ் செல்வி தானே? ஆமா. பிஎஸ்சி ஸ்கூல்ல உங்க தமிழ் டீச்சர் பேரு சீதாலட்சுமி தானே? ஆமாங்க. உங்களுக்கு எப்படி? அவங்க எங்க சித்தி. சாமி கும்பிடுறதுக்கு வந்தோம். அவங்க உங்களை பார்த்தாங்க, கூட்டிட்டு வர சொன்னாங்க. எங்க? இங்கதாங்க தேவஸ்தான ஆபீஸ். ട്രാപ്പ് ആണോ? நல்லா பாடுவீங்களாமே. உங்க ஹஸ்பண்ட் அமெரிக்கா தானே? ஆமா. உட்காருங்க. പണി. ആരാണ്? யாரு நீங்கெல்லாம்? சிபிஐ. ഓ சிபிஐ. பாருங்கம்மா, உங்களை கைது செய்யல, கஸ்டடியில் வைக்க അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ലേ? 4-5 கேள்விங்க, அவ்வளவுதான். மிஸ்டர் சிவாஜி எவ்வளவு பெரிய குற்றங்கள் செஞ்சுட்டு இருக்காருன்னு உங்களுக்கு தெரியுமா? அவர் எந்த தப்பும் செய்யல. அப்ப தமிழ்நாடு பூரா இவ்வளவு காலேஜ், ஹாஸ்பிடல்ஸ், ஃபேக்டரிஸ்னு இத்தனைக்கு பணம் எங்க இருந்து வந்தது? எல்லாம் நல்ல வழியில தான். இல்ல, பிளாக் மணி, கோடி கோடியா எல்லாரையும் மிரட்டி சொன்ன கருப்பு பணம். கவர்மெண்ட்டை ஏமாத்தி வெள்ளையாக்கி இவர் இஷ்டத்துக்கு செலவு பண்ணிட்டு இருக்காரு. என்ஃபோர்ஸ்மெண்ட் டைரக்டரேட், எக்கனாமிக் அஃபென்சஸ் டிபார்ட்மெண்ட், கஸ்டம்ஸ்னு எவ்வளவு பேர் அவரை பிடிச்சு உள்ள போட காத்துட்டு இருக்காங்க தெரியுமா? ഓ അങ്ങനെ. பணக்காரங்க, மந்திரிங்க, தீவிரவாதிங்க இவர் தீர்த்து கட்ட காத்துட்டு இருக்காங்க தெரியுமா? எந்த நேரத்துல என்கவுண்டர்ல போட்டு தள்ள போலீஸும் காத்துக்கிட்டு இருக்காங்க. ഓ புருஷனை காப்பாற்றக்கூடியது நீங்க சொல்ற தகவல். പേടിപ്പിച്ചിട്ടാണോ? எப்படி கருப்பு பணத்தை எல்லாம் வெள்ளையா மாத்துறாங்க?
நீங்க என்ன கேக்குறீங்கன்னு எனக்கு புரியல. ரொம்ப அப்பாவி மாதிரி எல்லாம் நடிக்காத. கூடவே இருக்க, உனக்கு ஒண்ணுமே தெரியாதா? ഓ ആ ലേഡി ചേഞ്ച് ആയത് കണ്ട. அவளை என்கிட்ட அனுப்புங்க சார் தனியா. தேர்ட் டிகிரி ட்ரீட்மெண்ட்லாம் வேண்டாம். அவங்க என்ன தப்பு பண்ணாங்க? இதோ பாருங்கம்மா, இது எக்கனாமிக் அஃபென்ஸ் தான். உண்மையை சொன்னீங்கன்னா அரெஸ்ட் ஆகி சில வருஷங்கள்ல வெளியில வந்துருவாரு. இல்லைன்னா எந்த நிமிஷமும் யார் ஒரு நாளும் அவரை கொண்டு விடலாம். இதுல எது பெட்டர் நீங்க தான் தீர்மானம். ട്രാപ്പ് ആണോ? அவருக்கு ஒண்ணும் ஆகாது. சரிம்மா, நீங்க போலாம். சாரி ஃபார் த ட்ரபிள். அப்படி உங்களுக்கு ஏதாவது தகவல் தெரிஞ்சதுன்னா என்ன கான்டாக்ட் பண்ணுங்க. மாமா இன்னைக்கு என் பொண்டாட்டியோட கால் சீட்டு எந்த டிஸ்டர்பன்ஸ் இருக்கக்கூடாதுன்னு தனியா வந்துருக்கு. எந்த ഓപ്പൺ മറ്റേതാണ്. സമാളി അത് എവിടെയാണ് സ്ഥലം? ഇവിടെ ഉണ്ടോ? ഇന്ത്യയിലുണ്ടോ അങ്ങനെ? അറിയില്ല. എബ്രോഡ് അല്ലേ ഇങ്ങനെ ഉണ്ടാവുക? അവിടെ കാണിച്ചിരിക്കാം. என்னாச்சு? சிபிஐ என்ன கூப்பிட்டு விசாரிச்சாங்க. ഓ நீங்க எதுவும் தப்பு பண்றீங்களா? நான் நல்லது பண்றேன். நேரா பதில் சொல்லுங்க. நமக்குள்ள எந்த ஒளிவு முறையும் இருக்க கூடாது. அடி தங்கம், நீ வேற நான் வேறயா? சொல்ற. പക്ഷെ ഓപ്പൺ ആയിട്ട് പറഞ്ഞല്ലോ. ஹாய், ஐ அம் சிவாஜி பள்ளி. கூல். ഓ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കണല്ലോ. ഇത് ഇനി മറ്റേ അവിടെ ഉണ്ടാക്കിയത് തന്നെയാണ് ഇനി മറ്റേ ശിവാജി തന്നെ. ചിലപ്പോ ഇല്ലാത്ത സാധനം അല്ലേ? என்னைக்கு இங்க கருப்பு பணம் சுத்தமா உழைக்குதோ அன்னைக்கு நான் எல்லாத்தையும் ஒப்படைச்சிட்டு சரண்டர் ஆயிடுவேன். ഓ ആക്ച്വലി അത് ചെയ്യുന്നത് വേറെ രീതിയിലാണെങ്കിലും ആക്ച്വലി അത് ഇല്ലീഗൽ സംഭവം അല്ല ചെയ്യുന്നത്. ഇല്ലീഗലാണ് ചെയ്യുന്നത്. പക്ഷെ നല്ലതിന് വേണ്ടിട്ട്. അവിടെ ആരോ വന്നിട്ടുണ്ടല്ലോ. പക്ഷെ ഇത് മറ്റേ ട്രാപ്പാന്ന് തോന്നുന്നില്ല. വേറെ അല്ലേ? വേറെ എന്താ വലിയില്ലേ? ഇതിന് മറ്റേതാണോ? സിമന്റ് ആൾക്കാരാണോ? ഇല്ല, കാറിന്റെ ഒരു ഫൈറ്റ്. പല വെറൈറ്റീസ് ആണല്ലേ. വേറെ വേറെ കൊറിയോഗ്രാഫി ചെയ്യണം മാക്സിമം. പേടിപ്പിക്കുന്നതാണോ ഇനി? ചിലപ്പോ. ഓഹോ, സോംബി മൂവിയൊക്കെ പോലെ ഏകദേശം അല്ലേ? ഓ, ഷോട്ട് കാണിച്ചാണ്ടായിരുന്ന RR മൂവിയില് മറ്റേ മൃഗങ്ങൾ ചാടി വരുന്നല്ലോ. അയ്യോ, കാറിന്റെ അവസ്ഥ. പക്ഷെ ഒറിജിനലി ചെയ്ത പോലെ ഉണ്ട് കേട്ടോ. കാറ് ഒറിജിനലി ചെയ്ത പോലെ ഉണ്ട് കേട്ടോ കൊറേ സ്ഥലത്ത്. അണ്ടത് ഞാൻ പറഞ്ഞില്ലേ, അവരെ മറ്റേ പേടിപ്പിക്കാൻ വന്ന പോലെ ഉണ്ടായിരുന്നു. മറ്റേതൊക്കെ ഒറിജിനൽ ഫൈറ്റേഴ്സ് ആണ് സ്റ്റണ്ടൊക്കെ ചെയ്യുന്നവര്. ഇത് ഏകദേശം ഒരു നമ്മുടെ രോഹിത് ഷെട്ടിയുടെ മൂവി. ശങ്കർ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് ഇനി രോഹിത് ഷെട്ടി. ആണോ? ചിലപ്പോ ആയിരിക്കാം. സൗത്ത് തന്നെ അല്ലേ? കൊറേ അങ്ങനത്തെ ഫോർമാറ്റ്സ് ഇല്ലേ വണ്ടികളുടെ ഒരു. പക്ഷെ ശങ്കർ സാർ ഒന്നും കൂടി VFX കൂടുതൽ യൂസ് ചെയ്യും. രോഹിത് ഷെട്ടി ഒന്നും കൂടി ഒറിജിനലാണ്. അത് നന്നായിരുന്നല്ലേ കാണിച്ചത് കോമ്പിനേഷൻ. അവിടെയാണ് VFX സാധനം.
ഓ അത് കൊള്ളാം, അത് പൊളിച്ച്. കാണിച്ചതല്ലേ രീതി. അത് പൊളി. അയ്യോ, ഒരുമാതിരി റോളർ കോസ്റ്റർ കയറി. ഇതൊക്കെ കഴിഞ്ഞിട്ട് കൂൾ എങ്ങനെയാണ്? കൂളൊട്ടാവില്ല, നീ പിടിച്ചു കൊടുക്കാന്ന് വിചാരിക്കും. ആൾക്ക് മറ്റേ പേടിയാ ഉള്ളത്, പോലീസുകാർ പറഞ്ഞില്ല, അതായത് കൊല്ലുന്നൊക്കെ പറഞ്ഞില്ലേ ആൾക്കാർ. ആൾക്ക് എനിക്ക് തോന്നുന്നത് മറ്റേ സംഭവമാണ്, ഭയം വന്നു. ഒന്നാമതാ മറ്റേ ഇതിന്റെ ജോത്സ്യർ. പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി എന്തോ ഇല്ലീഗൽ സാധനം ഉണ്ട് എന്ന്. അപ്പൊ കാറിൽ ഇരുന്നപ്പോ തന്നെ പുള്ളിക്കാരൻ ഇത്ര സാറ്റിസ്ഫൈഡ് അല്ല, മനസ്സിലായോ? പിന്നെ ആൾക്കാർ കൊല്ലാൻ നോക്കുന്നില്ലേ? ഇങ്ങനെയാണ് പണി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ശിവാജിക്ക്, മനസ്സിലായോ? ഒന്നും ആകാതില്ല. പേടിയൊന്നല്ലോ നല്ല വലിய உயிருக்கேயாகும் விதியை யாராலையும் மாற்ற முடியாது. உங்க புருஷனை காப்பாற்றக்கூடியது நீங்க சொல்ற தகவல் ஒண்ணுதான். ആ കാറിൽ ഇരുന്നപ്പോ തന്നെ ഏകദേശം നമുക്കൊരു ചെറിയൊരു ഹിന്റ് തന്നായിരുന്നു. അവിടെ പുള്ളിക്കാരത്തി ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല ശിവാജി ചെയ്യുന്ന കാര്യത്തില്.